വർഷം, ഏകദേശം ഒരു 15ഓളം വർഷം എനിക്ക് അവരുടെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പാർട്ടായിട്ട് നിന്നുകൊണ്ടൊക്കെ ഒരുപാട് സ്റ്റേജ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങിയുള്ള ബന്ധമാണ്. ഇന്ന് ജസ്പേഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്നതും ഒരു ബ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നില്ല. ജസ്പേഡ് ഈസ് നോട്ട് എ നെയിം, ഇറ്റ്സ് എ ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരൊറ്റ വേർഡിൽ നമുക്ക് പറയാൻ പറ്റാം? എങ്ങനെയാണ്? അതല്ല, ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ക്വാളിറ്റീസ് പറയാം. അല്ലെങ്കിൽ അത് എന്താണ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൻസേഴ്സ് പറയാം. അതിന് ഒരു ഉത്തരമായിട്ട് എന്ത് പറയാം? ഡിമാൻഡ്, വാല്യൂ, പോപ്പുലാരിറ്റി. ഏറ്റവും കണക്റ്റഡ് ആയി നിൽക്കുന്നത് എന്താണ്? ബ്രാൻഡുമായി. നമ്മളൊരു ബ്രാൻഡിനെ സെലക്ട് ചെയ്യുന്നപ്പോഴാണ് ക്വാളിറ്റി. അതിനേക്കാൾ മുകളിലായി നിൽക്കുന്നതാണ് ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്. ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്. ജസ്പേഡ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്. വൈ? എന്താ കൈയടിക്കാത്തത്? അത് ജസ്പേഡ് അല്ലേ? യെസ്. അതായത് ജസ്പേഡ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ക്വാളിറ്റിയെ വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത്, അല്ലേ? നമ്മളിപ്പോ ആമസോൺ, എന്തുകൊണ്ടാണ് ഒരുപാട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും നമ്മൾ ആമസോണിൽ നിന്ന് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു? ഫ്ലിപ്കാർട്ട് ഉണ്ട്, അല്ലെ, പല കമ്പനികളുണ്ട്. ബിക്കോസ് ട്രസ്റ്റ്. കാരണം നമുക്കറിയാം അവിടെ പെട്ടെന്ന് നമ്മളുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും.